ഹലോ ഡിയേഴ്സ്, ഇത് ടു ബിയുടെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. സോ ആദ്യം നമ്മൾ നോക്കിയത് ഈസാമാർ ആയിരുന്നു, ആണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ വാസ് ആൻഡ് വേർ ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ആണ് എന്നുള്ളത് ആയിരുന്നു എന്നുള്ള ചേഞ്ച് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വാസ് എന്ന് പറയുമ്പോഴും വേർ എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥമാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സബ്ജക്ട്സിന്റെ കൂടെയാണ്. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്യുന്നു. ഇനി രണ്ടുപേരോ രണ്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേറാണ് യൂസ് ചെയ്യുക. സോ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഐ ഹി ഷീറ്റിന്റെ കൂടെ അതാണ് സിംഗുലർ സബ്ജക്ട്സ് ആയിട്ട് വരാം. ഐ ഹി ഷീറ്റിന്റെ കൂടെ ഈ പറയുന്ന വാസും ദെൻ യുവിതയുടെ കൂടെ വേറും യൂസ് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങള് പ്രീവിയസ് ആയിട്ടുള്ള നടന്നു കഴിഞ്ഞു എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ പാസ്റ്റ് സെൻസിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ വാസ് ആൻഡ് വേർ ചേർത്തിട്ട് പറയാം. കണ്ടീഷൻസ്, പാസ്റ്റ് കണ്ടീഷൻസ് പറയാനായിട്ട്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ പറയാനായിട്ട്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്സ് പറയാനായിട്ട് എല്ലാം നമുക്ക് വാസ് ആൻഡ് വേർ യൂസ് ചെയ്യാം. സോ ഐ വാസ് ടയേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ടയേർഡ് ആയിരുന്നു. ഐ വാസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ഒരു ടീച്ചർ ആയിരുന്നു. ഹി വാസ് മൈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്നാണ് അർത്ഥം. സിമിലർലി വേറിലേക്ക് വരുമ്പോൾ ദേ വർ ആർ നെയ്ബേഴ്സ്, അവർ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു. വി വർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാം. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം വാസ് വെച്ചിട്ടുള്ളത്. ഷി വാസ് എ ഡോക്ടർ ബിഫോർ ഷി റിട്ടയർഡ്. He was a student at Harvard University. The weather was beautiful yesterday. The party was fun, but I'm tired now. The book was written by my favorite author. Then coming to where, they were married in a beautiful ceremony. We were friends since childhood. The students were working on their project. The new employees were trained by the HR department. Thank you.